Hi dears, welcome to all. Today let us discuss the chapter The Sarang of Ranaganji. In the previous chapter we have completed the chapter. Today let us discuss the activities of that chapter. Okay, all of you take your textbook at the page number 118. Here you can see a question. Activity 2, letter. You know that Dr. A.J. Cronin, the physician of the ship, extremely impressed by the service of Hassan. നിങ്ങൾക്കറിയാമല്ലോ, റണാഗഞ്ചി കപ്പലിലെ ഡോക്ടറായിരുന്ന ഡോക്ടർ A.J. ക്രോണിൻ തൻ്റെ കപ്പലിലുണ്ടായിരുന്ന ഒരു ജോലിക്കാരനായ ഹസൻ്റെ സർവീസിനാൽ വളരെയധികം ഇംപ്രസ്ഡ് ആയിരുന്നു. ഇമാജിൻ ദാറ്റ് ആഫ്റ്റർ ദ വോയേജ്, ഈ ഒരു യാത്രയ്ക്ക് ശേഷം ഡോക്ടർ A.J. ക്രോണിൻ റൈറ്റ്സ് എ ലെറ്റർ ടു ദ ഡയറക്ടർ ഓഫ് ദ കമ്പനി. കമ്പനിയിലെ ഡയറക്ടർക്ക് ഒരു കത്ത് എഴുതുകയാണ്. വിച്ച് ഓൺസ് ദ ഷിപ്പ് ഓഫ് റണാഗഞ്ചി, ആ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് റണാഗഞ്ചി കപ്പൽ. ഡീറ്റെയിലിംഗ് ദ സെൽഫ്ലെസ് സർവീസ് ദാറ്റ് ഹസൻ റെൻഡേഡ് ഡ്യൂറിംഗ് ദ വോയേജ്, ഈ യാത്രയിലുടനീളം ഹസൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചായിരിക്കണം ആ കത്തിൽ ഉണ്ടാകുന്നത്. ഹി ആൾസോ റിക്വസ്റ്റ്, അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ദ ഡയറക്ടറോട് ആവശ്യപ്പെടുന്നു ടു റിവാർഡ് ദ ഹസൻ ഒരു റിവാർഡ് നൽകാൻ, ഒരു പ്രതിഫലം നൽകാൻ. വിത്ത് എ പ്രൊമോഷൻ ടു റിട്ടേൺ ഫോർ ഹിസ് സർവീസ്, തൻ്റെ ജോലിക്ക് വേണ്ടി അദ്ദേഹത്തിന് നല്ല ഒരു പ്രൊമോഷൻ നൽകാനും. ഡ്രാഫ്റ്റ് ദ ലെറ്റർ വിച്ച് ക്രോണിൻ വുഡ് റൈറ്റ്, ക്രോണിൻ എഴുതാവുന്ന രീതിയിലുള്ള ആ ഒരു കത്താണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. First of all, the right side you can see the address. The Government Hospital, Mahatma Gandhi Road, Calcutta, 10th January 1945. 1945 എന്ന് എഴുതാൻ കാരണം ഈ ഒരു സ്റ്റോറി നടക്കുന്നത് സ്വാതന്ത്ര്യത്തിന് മുന്നെയാണെന്ന് നമ്മൾ വായിച്ചു. ദ മാനേജിംഗ് ഡയറക്ടർ റണാഗഞ്ചി, ആർക്കാണോ കത്ത് എഴുതുന്നത് അതാണ് ടു അഡ്രസ്സാണത്. Sir, I write this letter to you to express my view about our journey to Calcutta. ഞങ്ങളുടെ കൽക്കട്ടയിലേക്കുള്ള യാത്രയെക്കുറിച്ച് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. I am happy to tell that our trip was enjoyable. ഞങ്ങളുടെ യാത്ര വളരെയധികം ആസ്വാദ്യകരമായിരുന്നു എന്ന് പറയുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. There was 1500 passengers in the ship. കപ്പലിൽ ഏകദേശം 1500ഓളം യാത്രക്കാരുണ്ടായിരുന്നു. വിത്ത് ദ ഗോഡ്സ് ഗ്രേസ് എവറിത്തിങ് വാസ് ഫൈൻ. ദൈവകൃപയാൽ എല്ലാ കാര്യങ്ങളും വളരെ നല്ലതായിരുന്നു. വെൻ വി റീച്ച്ഡ് ഇൻ അറേബ്യൻ സീ, ഞങ്ങൾ അറബിക്കടലിലെത്തിയപ്പോൾ ദ സെറാങ് ഹസൻ ബ്രോഡ് 2 സീമൻ ഇൻ ടു മൈ റൂം, ഞങ്ങളുടെ ജോലിക്കാരനായിരുന്ന സെറാങ് എൻ്റെ റൂമിലേക്ക് 2 ജോലിക്കാരെ കൊണ്ടുവന്നു. ദേ ആർ സിക്ക്, അവർ വളരെയധികം അസുഖബാധിതരായിരുന്നു. ഐ ഡിസ്കവേർഡ് ദാറ്റ് ദേ ഹാഡ് സ്മാൾ പോക്സ്, അവർക്ക് വസൂരിയുള്ളതായി ഞാൻ കണ്ടെത്തി. ഇമ്മീഡിയറ്റ്ലി ഐ റിപ്പോർട്ടഡ് ദ മാറ്റർ ടു ദ ക്യാപ്റ്റൻ ഹാമ്പിൾ, പെട്ടെന്ന് തന്നെ ഈ ഒരു വിവരം ഞാൻ ക്യാപ്റ്റൻ ഹാമ്പിളിനോട് പറഞ്ഞു. ഹി ടോൾഡ് മീ, അദ്ദേഹം എന്നോട് പറഞ്ഞു ടു കീപ് ഇറ്റ് സീക്രട്ട്, ഇത് വളരെയധികം രഹസ്യമായി സൂക്ഷിക്കാൻ പറഞ്ഞു. ഐ റിക്വസ്റ്റഡ് ദ സെറാങ്, ഞാൻ സെറാങ്ങിനോട് ആവശ്യപ്പെട്ടു ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ് പേഷ്യൻറ്റ്, ഈ ഒരു പേഷ്യൻറ്റിനെ എല്ലാം വളരെയധികം കെയർ ചെയ്യാൻ ഞാൻ സെറാങ്ങിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഹി സൂൺ മെയ്ഡ് എ ഷെൽട്ടർ ടു ദ ആഫ്റ്റർ ഡെക്ക്, അദ്ദേഹം പെട്ടെന്ന് തന്നെ കപ്പലിന് പിറകു വശത്ത് ഒരു ഷെൽട്ടർ അവർക്ക് വേണ്ടി കെട്ടി. ആൻഡ് ഷിഫ്റ്റഡ് ദ ഡിസീസ് സീമൻ ഇൻ ടു ഇറ്റ്, അല്ലേ, അങ്ങനെ അസുഖം ബാധിച്ച ഈ ജോലിക്കാരെ ആ ഒരു ഷെൽട്ടറിനുള്ളിലേക്ക് മാറ്റി. ദ നമ്പർ ഓഫ് പേഷ്യൻസ് ഇൻക്രീസ്ഡ്, രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വന്നു. ആൻഡ് 2 of them ഡൈഡ്, അങ്ങനെ 2 പേര് മരണപ്പെട്ടു. ഹി നേഴ്സ്ഡ് ദ പേഷ്യൻ ഹിംസെൽഫ്, അല്ലേ, ഈ ജോലിക്കാരെ എല്ലാം അല്ലെങ്കിൽ ഈ അസുഖബാധിതരെ എല്ലാം പരിചരിക്കുന്നത് ഹസനായിരുന്നു. ഹസൻ ഹിംസെൽഫ്, ഹസൻ സ്വന്തമായിരുന്നു. റിസ്കിങ് ഹിസ് ഓൺ ഹെൽത്ത്, തൻ്റെ ജീവൻ പണയം വെച്ചായിരുന്നു അദ്ദേഹം ഇവരെയെല്ലാം പരിചരിച്ചിരുന്നത്. അങ്ങനെ വെൻ വി റീച്ച്ഡ് കൊളംബോ, ഞങ്ങൾ കൊളംബോയിലെത്തിയപ്പോൾ ദ സിക്ക് മെൻ വേർ ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ, ഈ രോഗബാധിതരെയെല്ലാം ഹോസ്പിറ്റലിലേക്ക് മാറ്റി.
ഹസൻ വാസ് ഇൻ ദ ഫോർ ഫ്രണ്ട് ടു ഹെൽപ്പ് ദം. ഇവരെയെല്ലാം സഹായിക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് ഹസനായിരുന്നു. അതർ പേഴ്സൺ വുഡ് ഡെയർ ടു ഡു ദാറ്റ് വാട്ട് ഹീ ഡഡ്. അല്ലെ, ഒരാൾക്കും നോ അതർ മെൻ, മറ്റു ആരും തന്നെ ധൈര്യപ്പെടുകയില്ല. ടു ഡെയർ ടു ഡു വാട്ട് ഹീ ഡിഡ്, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ ഒരാളും ധൈര്യപ്പെടുകയില്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് സച്ച്, ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താൻ വളരെയധികം പ്രയാസമാണ്. സച്ച് അൺസെൽഫിഷ്, ഒരു സ്വാർത്ഥതയുമില്ലാത്ത, ആൻഡ് സെൽഫ് സാക്രിഫൈസിങ് പീപ്പിൾ ലൈക്ക് ഹസൻ. സെൽഫ് സാക്രിഫൈസിങ് പീപ്പിൾ ലൈക്ക് ഹസൻ, സ്വന്തം മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തത്തെ ത്യജിക്കുന്ന ഹസനെ പോലെയുള്ള ആളുകൾ വളരെ റെയർ ആയിരിക്കും. സോ ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ദാറ്റ്, അതുകൊണ്ട് ഞാൻ വളരെയധികം നിങ്ങളോട് പറയുകയാണ്, ദ ഹസൻ ബി ഗിവൺ എ പ്രൊമോഷൻ, ഹസന് ഒരു പ്രൊമോഷൻ നൽകണം. ഇൻ റെക്കഗ്നിഷൻ ഓഫ് ഹിസ് ഗ്രേറ്റ് സർവീസ് ടു ദ കമ്പനി, ഈ കമ്പനിക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത നിസ്വാർത്ഥമായ അദ്ദേഹത്തിൻ്റെ സർവീസ് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിനൊരു പ്രൊമോഷൻ നൽകണം. താങ്കിങ് യു ഡോക്ടർ എച്ച് എ ക്രോണിൻ, ചീഫ് ഫിസിഷ്യൻ ഇൻ ദ ഓഫ് രണാഗഞ്ചി. ഇത്രയുമാണ് ലെക്ചറിൻ്റെ രൂപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്പീച്ച്. ദ ഡയറക്ടർ ഓഫ് ദ കമ്പനി, കമ്പനിയിലെ ഡയറക്ടർക്ക് റിസീവ്സ് ദ ലെറ്റർ ഫ്രം എ ജെ ക്രോണിൻ, ഇപ്പോൾ നമ്മൾ അയച്ച ഡോക്ടർ എ ജെ ക്രോണിൻ്റെ ലെറ്റർ അദ്ദേഹത്തിന് ലഭിച്ചു. ഹി ഈസ് പ്ലീസ്ഡ് വിത്ത് ദ സർവീസ് റെൻഡേഡ് ബൈ ഹസൻ ത്രൂ ഔട്ട് ദ വോയേജ്, യാത്രയിലുടനീളം ഹസൻ ചെയ്ത പ്രവൃത്തി കേട്ട് അദ്ദേഹം വളരെയധികം സന്തോഷവാനായി. ദേ അറേഞ്ച് എ സ്പെഷ്യൽ ഗെറ്റ് ടുഗദർ ടു ആൾ ഓഫ് ദ ഒഫീഷ്യൽസ്, അങ്ങനെ അദ്ദേഹം ഒരു പ്രത്യേകമായ ഒരു ഗെറ്റ് ടുഗദർ പ്രോഗ്രാം സംഘടിപ്പിച്ചു. ദേ അറേഞ്ച് എ സ്പെഷ്യൽ ഗെറ്റ് ടുഗദർ, ഒരു പ്രത്യേകമായ ഒരു ഗെറ്റ് ടുഗദർ പ്രോഗ്രാം അവർ സംഘടിപ്പിച്ചു. ഓഫ് ആൾ ദ ഒഫീഷ്യൽസ്, എല്ലാ ഓഫീസർമാരും, ആൻഡ് ക്രൂ ഓഫ് ദ ഷിപ്പ്, കപ്പലിലെ എല്ലാ യാത്രക്കാരും അല്ലെങ്കിൽ എല്ലാ ജോലിക്കാരും അതിലുണ്ടായിരുന്നു. ഇൻ ദാറ്റ് ഗെറ്റ് ടുഗദർ, ആ ഒരു ഗെറ്റ് ടുഗദർ പ്രോഗ്രാമിൽ ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദ കമ്പനി, കമ്പനിയിലെ മാനേജിംഗ് ഡയറക്ടർ അനൗൺസസ് ദാറ്റ് ദ കമ്പനി, അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, ദ കമ്പനി അപ്രിഷിയേറ്റ്സ് ദ സർവീസ് ഓഫ് ഹസൻ, ഹസൻ്റെ പ്രവൃത്തിക്ക് അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ആൻഡ് പ്രൊമോട്ട്സ് ഹിം എ സ്പെഷ്യൽ ആസ് എ ചീഫ് പെറ്റി ഓഫീസർ ഓഫ് ദ ഷിപ്പ്, അദ്ദേഹത്തെ ആ കപ്പലിലെ ചീഫ് പെറ്റി ഓഫീസറായിട്ട് പ്രൊമോട്ട് ചെയ്തതായി അറിയിക്കുകയും ചെയ്തു. ദ ഡയറക്ടർ ഇൻവൈറ്റ്സ് ഹസൻ, അങ്ങനെ കമ്പനിയുടെ ഡയറക്ടർ ഹസനെ ക്ഷണിക്കുകയാണ്. ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ഓൺ ദിസ് ഒക്കേഷൻ, ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഇമാജിൻ, അങ്ങനെയുള്ള ഈ ഒരു സമയത്ത് ഇമാജിൻ യു ആർ ഹസൻ, നിങ്ങൾ ഹസനാണെന്ന് സങ്കല്പിക്കുക. വാട്ട് വുഡ് ബി യുവർ റിയാക്ഷൻ, ഇങ്ങനെയാവുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? ആൻഡ് ഫീലിംഗ് അറ്റ് ദാറ്റ് മൊമെൻറ്റ്, ആ ഒരു സമയത്തുള്ള നിങ്ങളുടെ ഫീലിംഗ് എന്തായിരിക്കും? ഡ്രാഫ്റ്റ് എ സ്പീച്ച് ദാറ്റ് യു വുഡ് ഡെലിവർ ഓൺ ദ ഒക്കേഷൻ, ആ ഒരു സമയത്ത് നിങ്ങൾ നടത്തുന്ന ഒരു സ്പീച്ച് എങ്ങനെയായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കതിൻ്റെ ആൻസറിലേക്ക് കടക്കാം. സ്പീച്ചാണ്. ദ ഡയറക്ടർ ഓഫ് ദ കമ്പനി റിസീവ്സ് ദ ലെറ്റർ, അല്ലേ, ഇത് ഫസ്റ്റ് കാണുന്നത് ക്വസ്റ്റ്യൻ ആണ്. ഫ്രം എ ജെ ക്രോണിൻ, ഹീസ് പ്ലീസ്ഡ്, ഇത് നമ്മൾ വായിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ചെറിയ ഒരു സ്പീച്ചാണ് താഴെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡിയർ ഡയറക്ടർ ഡോക്ടർ എ ജെ ക്രോണിൻ, റെസ്പെക്റ്റഡ് ഓഫീസേഴ്സ് ആൻഡ് മൈ ഫ്രണ്ട്സ്, ഇതൊക്കെ ആരാണ് പറയുന്നത്? ഹസനാണ് പറയുന്നത്. ഐ ആം എക്സ്ട്രീംലി ഹാപ്പി ദാറ്റ് കമ്പനി ഹാസ് ഡിസൈഡഡ് ടു ഗിവ് മീ പ്രൊമോഷൻ, ഈ ഒരു കമ്പനി എനിക്ക് പ്രൊമോഷൻ തരുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഐ വാസ് ഡൂയിങ് മൈ ഡ്യൂട്ടി, ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തത്. ബൈ ലുക്കിംഗ് ആഫ്റ്റർ ദ സ്മാൾ പോക്സ് എഫക്റ്റഡ് പേഴ്സൺസ്, വസൂരി ബാധിച്ച ആളുകളെ നോക്കിയേ എൻ്റെ കടമയാണ് ഞാൻ ചെയ്തത്. ഐ ബിലീവ് ദാറ്റ് ദിസ് ഈസ് മൈ ഡ്യൂട്ടി ഓഫ് എവറി ഹ്യൂമൻ ബീയിങ് ടു ഹെൽപ്പ് ആൻഡ് സെർവ് ഹിസ് ഫെലോ ബീയിങ്സ്,
തൻ്റെ സഹജീവികളെ പരിചരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ കടമയാണ്. മറ്റുള്ളവരെ സഹായിക്കൽ ഒരു മനുഷ്യൻ്റെ കടമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെൻ ദേ ആർ സിക്ക്, ഏത് സമയത്ത് അവർ അസുഖബാധിതരാകുമ്പോൾ, അവർ പ്രയാസമുള്ളവരാകുമ്പോൾ അവരെ പരിചരിക്കുന്നവർ നമ്മുടെ കടമയാണ്. ഐ എക്സ്പ്രസ് മൈ താങ്ക്സ് ഫോർ ദിസ് ഹോണർ, ഈ ഒരു ഹോണറിന്, ഈ ഒരു റിവാർഡിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നുണ്ട്. ഐ ആൾവേസ് റിമെമ്പർ, ഞാൻ എപ്പോഴും ഡോക്ടർ എ.ജെ. ക്രോണിനെ ഓർമ്മിക്കും. ഫോർ ഹിസ് ഡീപ്പ് ലവ്, അദ്ദേഹത്തിൻ്റെ ആ ആത്മാർത്ഥമായ സ്നേഹത്തിനും, ആൻഡ് കൺസേൺ ഫോർ മീ, എന്നോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനും ഞാൻ വളരെയധികം അത് ഞാൻ എപ്പോഴും ഓർക്കും. ഐ ആം ആൻ അൺഎഡ്യൂക്കേറ്റഡ് പേഴ്സൺ, ഞാൻ തീരെ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരാളാണ്. ഐ ഡു നോട്ട് വാണ്ട് ഹേർട്ട് എനിവൺ ഇൻ മൈ ലൈഫ്, ഞാൻ മറ്റുള്ള ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മൈ മിഷൻ ഇൻ ലൈഫ്, എൻ്റെ ജീവിതത്തിലുള്ള ആകെയുള്ള ലക്ഷ്യം ഈസ് ഹെൽപ്പ് ആൻഡ് സേവ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ രക്ഷിക്കുക എന്നത് മാത്രമാണ്. സോ ഫാർ ഐ ലിവ്ഡ് അക്കോർഡിംഗ് ടു ദിസ് മോട്ടോ ആൻഡ് ഹോപ്സ്, ഈ ഒരു ചിന്തയാലാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. ഇനി പറയുന്നത് കപ്പലിൽ ഞാൻ ചെയ്ത ആ ഒരു കാര്യമാണ്. വാട്ട് ഐ ഡിഡ് യു ഫോർ ദ ക്രൂ ഇൻ ദ രണാഗഞ്ചി വാസ് ജസ്റ്റ് മൈ ഡ്യൂട്ടി, രണാഗഞ്ചി ഷിപ്പിൽ ഞാൻ എന്താണോ ചെയ്തത്, ദാറ്റ് വാസ് ജസ്റ്റ് മൈ ഡ്യൂട്ടി, അതെൻ്റെ ഉത്തരവാദിത്തമാണ്. മൈ ഇൻട്രസ്റ്റ് ഈസ് ഓൺലി സെർവിങ് ദ പൂവേഴ്സ്, മറ്റുള്ള പാവങ്ങളെ സഹായിക്കലാണ് എൻ്റെ കടമ. ഐ ആൾവേസ് ഡു ഇറ്റ് സിൻസിയർലി, അത് ഞാൻ വളരെ ആത്മാർത്ഥമായി ചെയ്യും. മൈ വർക്ക് ഈസ് മൈ സാറ്റിസ്ഫാക്ഷൻ, എൻ്റെ ജോലി എൻ്റെ സംതൃപ്തിയാണ്. ഐ ആം സ്റ്റാൻഡിങ് ബിഫോർ യു, ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അല്ലേ, ബിക്കോസ് ഐ ആം ഡീപ്ലി മൂവ്ഡ് ബൈ യുവർ കെയർ ഫോർ മീ, നിങ്ങളുടെ ഈ ഒരു കെയറിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഇഫ് മൈ ലൈഫ് ഈസ് ആൻ ഇൻസ്പിറേഷൻ ടു ഫോർ അതേഴ്സ്, എൻ്റെ ജീവിതം മറ്റുള്ളവർക്കൊരു പ്രചോദനമാണെങ്കിൽ, ഐ വിൽ ബി ബ്ലെസ്ഡ്, ഞാൻ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി. ഐ വാണ്ട് നോ റിവാർഡ്, എനിക്ക് ഇതിനൊന്നും പ്രതിഫലമൊന്നും ആവശ്യമില്ല. യുവർ ലവ് ആൻഡ് കെയർ ഈസ് മൈ റിവാർഡ്, നിങ്ങളുടെ സ്നേഹവും പരിഗണനയുമാണ് എൻ്റെ റിവാർഡ്. ആൻഡ് ദ ടൈംലി ഹെൽപ്പ് ഗിവൺ ബൈ ദ ഡോക്ടർ ലെസൺ ദ ട്രാജഡി, പെട്ടെന്നുള്ള സമയോചിതമായ ഡോക്ടറുടെ ശ്രദ്ധയാണ് ഞങ്ങളുടെ ആ ഒരു ദുരന്തത്തെ കുറച്ചത്. ഹീ ഈസ് ദ റിയൽ ഹീറോ, അദ്ദേഹമാണ് യഥാർത്ഥത്തിലുള്ള ഹീറോ. ഐ ജസ്റ്റ് ഹെൽപ്ഡ് ഹിം, ഞാൻ അദ്ദേഹത്തെ വെറുതെ ഒന്ന് സഹായിച്ചതേ ഉള്ളൂ. ആസ് ലോങ് ആസ് ഐ ആം എലൈവ്, ഞാൻ എത്രയോ കാലം ജീവിച്ചിരിക്കുന്നുണ്ടോ അത്രയും കാലം ഐ വിൽ കണ്ടിന്യൂ ടു സെർവ് ദ പുവർ, ഞാൻ പാവപ്പെട്ടവരെ സെർവ് ചെയ്തുകൊണ്ടിരിക്കും. വൺസ് അഗെയിൻ ഐ താങ്ക് യു ഫോർ യുവർ ലവ്, ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഇത്രയുമാണ് ആ ഒരു സ്പീച്ച്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൻ്റെ എല്ലാ ചാപ്റ്ററിലും നമ്മൾ ഉൾപ്പെടുത്തിയ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ചെറിയൊരു സമ്മറിയാണ്. സമ്മറി മുഴുവനായിട്ട് നൽകാത്തത് ലെറ്ററിലൂടെയും അതുപോലെ തന്നെ സ്പീച്ചിലൂടെയും ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹസനിലൂടെയും ഒക്കെ ഈ ഒരു ചാപ്റ്റർ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത് സമ്മറി വളരെ ചുരുക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദിസ് സ്റ്റോറി ഈസ് ടേക്കൺ ഫ്രം അഡ്വഞ്ചേഴ്സ് ഇൻ ടു വേൾഡ്സ്, ഈ ഒരു കഥ എടുത്തിരിക്കുന്നത് അഡ്വഞ്ചേഴ്സ് ഇൻ ടു വേൾഡ് എന്ന ഓട്ടോബയോഗ്രഫിക്കൽ നോവലിൽ നിന്നാണ്. ഇറ്റ് ഈസ് എൻ ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ ഓഫ് ഡോക്ടർ എ.ജെ. ക്രോണിൻ. ഡോക്ടർ എ.ജെ. ക്രോണിൻ്റെ ഒരു ആത്മകഥാംശമുള്ള ഒരു നോവലാണിത്. ഇറ്റ് ഈസ് ആൻ അനക്ഡോട്ട് ഫ്രം ഹിസ് എക്സ്പീരിയൻസ്, ഇത് അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ആസ് എ സർജൻ ഇൻ ദ റോയൽ നേവി, റോയൽ നേവിയിൽ ഡോക്ടറായിരിക്കുന്ന സമയത്ത്, ഡ്യൂറിങ് ദ വോയേജ് ഫ്രം ലിവർപൂൾ ടു കൽക്കട്ട, കൽക്കട്ടയിൽ നിന്നും ലിവർപൂളിൽ നിന്നും കൽക്കട്ടയിലേക്കുള്ള ഒരു യാത്രയിൽ റൈറ്റർ മാനേജസ് എ പൊട്ടൻഷ്യൽ ക്രൈസിസ് ഇൻ ദ ഹെൽപ്പ് ഓഫ് ഹസൻ, വളരെയധികം വളരെ ഉള്ള ഒരു ക്രൈസിസിലെ വലിയ ഒരു ക്രൈസിസിനെ ഹസൻ്റെ സഹായത്തോടുകൂടി എഴുത്തുകാരൻ മാനേജ് ചെയ്തു. ദ സെറാങ് ഹസൻ ഈസ് റെഡിക്യൂൾഡ് ബൈ ദ പാസഞ്ചേഴ്സ് ഓഫ് ദ ഷിപ്പ്, ഈ ഒരു ജോലിക്കാരനായ സെറാങ് ഹസനെ കപ്പലിലെ യാത്രക്കാരൻ കളിയാക്കി. എസ്പെഷ്യലി ദ ലേഡി കോൾഡ് ജോപ്പ സ്മിത്ത്, അല്ലെ, പ്രധാനമായും പറയുകയാണെങ്കിൽ ജോപ്പ സ്മിത്ത് എന്ന ഒരു സ്ത്രീയായിരുന്നു.
ഫോർ ഹിസ് ലുക്സ്, എന്തിനു വേണ്ടിയായിരുന്നു? അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചയിലുണ്ടായിരുന്ന കുറച്ചു പോരായ്മ കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ കളിയാക്കിയത്. ബട്ട് ലേറ്റർ, എന്നാൽ പിന്നീട്, ഹീസ് ദ ഓൺലി പേഴ്സൺ ഹു ഹെൽപ്ഡ് ദ ഡോക്ടർ ടു ടേക്ക് കെയർ ഓഫ് ദ ഷിപ്പ്മെൻ, അദ്ദേഹം മാത്രമായിരുന്നു വസൂരി ബാധിച്ച ആളുകളെ ചികിത്സിക്കാൻ അല്ലെങ്കിൽ കെയർ ചെയ്യാൻ ഉണ്ടായിരുന്നത്. ദ സ്റ്റോറി കൺവേസ് ദ മെസ്സേജ്, ഈ ഒരു കഥയിലൂടെ ഹി ടേൺ ടു എ വെരി ഗുഡ് ഹാർട്ടഡ് സിമ്പിൾ മാൻ, അദ്ദേഹം വളരെയധികം ദയാലുവായ നല്ല ഹൃദയമുള്ള ഒരു പാവ മനുഷ്യനായിരുന്നു. ദ സ്റ്റോറി കൺവേസ് ദ മെസ്സേജ്, ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ആശയം എന്ന് പറഞ്ഞാൽ, ദ ഔട്ട്വേർഡ് ബ്യൂട്ടീസ് എന്നിട്ട് ഒരിക്കലും ഡ്യൂട്ടീസ് ഇല്ല, ദ ഔട്ട്വേർഡ് ബ്യൂട്ടീസ് ഈസ് നത്തിങ്, പുറമേയുള്ള സൗന്ദര്യം ഒന്നുമല്ല, ബട്ട് ഇൻവേർഡ് ബ്യൂട്ടീസ് ഈസ് എവർ ലാസ്റ്റ്, എന്നാൽ അകത്തുള്ള സൗന്ദര്യം എന്നെന്നും നിലനിൽക്കുന്നു, നല്ല സ്വഭാവം എന്നെന്നും നിലനിൽക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഇതാണ് ഇതിൻ്റെ സമ്മറി. ഈ ചാപ്റ്ററിൽ എക്സാമിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് നെക്സ്റ്റ് കാണുന്നത്. 8 മാർക്കിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹസൻ. ഇതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ചാപ്റ്ററിൽ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി എന്ന് നമ്മൾ പഠിച്ചു. അതും വളരെ ഇമ്പോർട്ടൻ്റ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹസൻ. ഈ 2 ക്യാരക്ടർ സ്കെച്ചിൽ ഒരു ക്യാരക്ടർ സ്കെച്ച് എന്തായാലും പബ്ലിക് എക്സാമിന് ചോദിച്ചിരിക്കും. ഓക്കെ, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹസൻ ഈസ് ദ സെറാങ് ഓഫ് ദ ഷിപ്പ് റണാഗഞ്ചി, റണാഗഞ്ചി കപ്പലിലെ ജോലിക്കാരനായിരുന്നു ഹസൻ. ദ റൈറ്റർ മാനേജസ് എ പൊട്ടൻഷ്യൽ ക്രൈസിസ് ആണ്, പൊളിറ്റിക്കൽ അല്ല, പൊട്ടൻഷ്യൽ ക്രൈസിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിം, അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടെ ആകസ്മികമായ ഒരു വലിയ ദുരന്തത്തെ എഴുത്തുകാരൻ നേരിട്ടു. ബൈ അപ്പിയറൻസ് കൊണ്ട് നോക്കുകയാണെങ്കിൽ സെറാങ് ഹസൻ, ഹി വാസ് സ്ക്വാറ്റ്, അദ്ദേഹം കുറുതായിരുന്നു, ആൻഡ് ലുക്ക്ഡ് വെരി അഗ്ലി, കണ്ടാൽ വളരെ വികൃതമായിരുന്നു, വിത്ത് ഷോർട്ട് ലെഗ്സ്, ചെറിയ കാലുകൾ, ആൻഡ് ലാർജ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ഹെഡ്, ശരീരത്തിന് ആനുപാതികമല്ലാത്ത ഒരു തലയും ഉള്ള ആളായിരുന്നു ഹസൻ. ദ ഡോക്ടർ ഡിസ്കവേർഡ് ദാറ്റ്, ഡോക്ടർക്ക് മനസ്സിലായി, ദ 2 ഓഫ് ദെയർ ലാസ്കർ ഡക്ക് ഹാൻഡ്സ് ഹാഡ് സ്മാൾ പോക്സ്, തൻ്റെ ജോലിക്കാരിൽ 2 പേർക്ക്, തൻ്റെ കൂടെയുള്ള ജോലിക്കാരിൽ 2 പേർക്ക് വസൂരി ബാധിച്ചതായി ഡോക്ടർ കണ്ടെത്തി. ഹി വാസ് ക്വയറ്റ് വറീഡ്, അദ്ദേഹം വളരെയധികം പരിഭ്രാന്തനായി. ഹി ഡിഡ് നോട്ട് ഡു വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ആൻഡ് ഹൗ ടു കോപ്പ് അപ്പ് വിത്ത് ദാറ്റ് പ്രോബ്ലം, ആ ഒരു പ്രശ്നത്തെ എങ്ങനെ നേരിടുമെന്നും ഡോക്ടർക്ക് അറിയില്ലായിരുന്നു. ദെൻ ഹി റിയലൈസ്ഡ് ദാറ്റ്, പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി, വാട്ട് എ ഗുഡ് മാൻ ഹസൻ, എത്ര നല്ല മനുഷ്യനാണ് ഹസൻ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഹസൻ ടോൾഡ് ഹിം നോട്ട് ടു വറി, ഹസൻ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലെ, ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. ഹി നീഡ്സ് എ ഷെൽട്ടർ, ഹി മെയ്ഡ് എ ഷെൽട്ടർ, അദ്ദേഹം ഒരു ഷെൽട്ടർ തയ്യാറാക്കി. ഇൻ ദ സ്റ്റേൺ ഓഫ് ദ ഷിപ്പ്, കപ്പലിൻ്റെ ഒരു സൈഡിൽ. ടു വിച്ച് ഇൻഫെക്റ്റഡ് പേഷ്യൻസ് വേർ മൂവ്ഡ്, അവിടെയാണ് രോഗം ബാധിച്ച ആളുകളെയെല്ലാം മാറ്റിക്കിടത്തിയത്. ദ സെറാങ് വാസ് വെരി സിൻസിയർ, ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും, സെറാങ്ങിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടായിരിക്കും എഴുതേണ്ടത്. ദ സെറാങ് വാസ് വെരി സിൻസിയർ, വളരെയധികം ആത്മാർത്ഥതയുള്ള ആളായിരുന്നു സെറാങ് ഹസൻ. ആൻഡ് കമ്പാഷനേറ്റ് ഇൻ കെയറിങ് ഫോർ ദ ഡിസീസ്ഡ് പേഷ്യൻസ്, അതുപോലെ തന്നെ സഹാനുഭൂതിയുള്ള ആളായിരുന്നു, ആരോട്? അസുഖം ബാധിച്ച ആളുകളോട്. ഇറ്റ് വാസ് ദ സിറ്റുവേഷൻ ടു ടെസ്റ്റ് ദ സ്ട്രോങ്ങസ്റ്റ് നെർവ്സ്, അല്ലെ, ധൈര്യ പരീക്ഷണത്തിൻ്റെ ഒരു സമയമായിരുന്നു അത്. ബട്ട് ദ സെറാങ് വാസ് കാം ആൻഡ് അൺടയറിങ്, ഡോക്ടർ വളരെയധികം പരിഭ്രാന്തനായ സമയത്ത് ഹസൻ എങ്ങനെയായിരുന്നു? കാം ആൻഡ് അൺടയറിങ്, വളരെ ശാന്തനും അക്ഷീണനുമായിരുന്നു. ദ ഡോക്ടർ ഹാഡ് ടു ബെഗ് ഹിം ടു ബി കെയർഫുൾ, ഡോക്ടർ അദ്ദേഹത്തോട് യാചിച്ചു കൊണ്ടേയിരുന്നു, ടു ബി കെയർഫുൾ, വളരെയധികം ശ്രദ്ധാലുവാൻ വേണ്ടി. ആൻഡ് ആസ്ക്ഡ് ഹിം നോട്ട് ടു ഗോ ടു ക്ലോസ് ടു ദ പേഷ്യൻ്റ്, ഒരിക്കലും രോഗികളുടെ അടുത്തേക്ക്, അല്ലെ, വളരെ അടുത്തേക്ക് പോകരുതെന്ന് അദ്ദേഹത്തോട് മുന്നറിയിപ്പ് നൽകി. ബട്ട് ദ സെറാങ് വാസ് നോട്ട് അഫ്രൈഡ്, പക്ഷേ സെറാങ്ങിന് ഒരു ഭയവുമില്ലായിരുന്നു.
ആൻഡ് ഹി കണ്ടിന്യൂഡ് ടേക്കിംഗ് കെയർ ഓഫ് ദ പേഷ്യൻ്റ്. അദ്ദേഹം പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്നത് തുടർന്നു കൊണ്ടേയിരുന്നു. ഇൻ ആൾ പോസിബിൾ വൈസ്, സാധ്യമായ എല്ലാ വഴികളിലൂടെയും. ഹി വാസ് ഫ്രം ദ പഞ്ചാബ്. ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതാണ്. ഹി വാസ് ഫ്രം പഞ്ചാബ്. അദ്ദേഹം പഞ്ചാബിൽ നിന്നുള്ള ആളായിരുന്നു. ബട്ട് ഹിസ് പാരൻസ് ഹാഡ് മൂവ്ഡ് ഇൻ ടു സതേൺ ഇന്ത്യ. എന്നാൽ അദ്ദേഹത്തിൻ്റെ പാരൻസ് സതേൺ ഇന്ത്യയിലായിരുന്നു താമസിച്ചിരുന്നത്. Then there are many others in the coastal region. കോസ്റ്റൽ റീജിയനിലുള്ള മറ്റുള്ളവരെ പോലെ തന്നെ അദ്ദേഹം ടേക്കൺ ദ ഹി ഹാഡ് ടേക്കൺ ദ സീഫാറിംഗ് ലൈഫ്. അദ്ദേഹവും കടലുമായി ബന്ധപ്പെട്ട ജീവിതം തന്നെ തിരഞ്ഞെടുത്തു. ഫോർ നിയർലി 40 years, ഏകദേശം 40 വർഷത്തോളമായി, ഹി ഹാഡ് ട്രാവലിംഗ് ഇൻ ദ വേരിയസ് ഓഷൻസ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ പല കടലിലൂടെയും സമുദ്രങ്ങളിലൂടെയും അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഇൻ ദ രണാഗഞ്ചിയിൽ മാത്രം ഹി ഹാഡ് സ്പെൻഡ് 15 years, ഏകദേശം 15 വർഷത്തോളമായി അദ്ദേഹം സേവനം ചെയ്യുന്നു. ഹി ഹാഡ് നോ പ്ലേസ് ഓൺ ദ ഷോർ. തീരത്ത് ഒരു സ്ഥലം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഹി ഹാഡ് നോ ഫ്രണ്ട്സ്. അദ്ദേഹത്തിന് സുഹൃത്തുക്കളില്ലായിരുന്നു. ഓർ ഫാമിലി, കുടുംബമില്ലായിരുന്നു. ഹി ഹാഡ് നെവർ മാരീഡ്. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു. ബൈ റിലീജിയൻ, മതപരമായി, ഹി വാസ് എ മുസ്ലിം. അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു. ഓൾ ഹിസ് ലൈഫ് ഹി ഹാഡ് അക്വയർഡ് നത്തിങ്. ഈ ജീവിതത്തിലുടനീളം അദ്ദേഹം ഒന്നും തന്നെ സമ്പാദിച്ചിട്ടില്ല. നൈദർ പ്രോപ്പർട്ടി നോർ മണി. സ്വത്തോ അതുപോലെ തന്നെ പൈസയൊന്നും സമ്പാദിച്ചിട്ടില്ല. വാട്ട് ഹി ഹാഡ് വാസ് വർത്ത് എ ഫ്യൂ റുപ്പീസ് ആൻഡ് ഇറ്റ് വാസ് ഓൺ ദ ഷിപ്പ്. ഏകദേശം വളരെ കുറഞ്ഞ വില മതിക്കുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ കപ്പലിനുള്ളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. ഹസൻ തോട്ട് മണി വാസ് നോ യൂസ് ഫോർ സംവൺ ഹു ഹാഡ് ഓൾ ഹി നീഡഡ്. ഒരാൾക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കുമ്പോൾ അവർക്ക് പിന്നെ പണത്തിൻ്റെ ആവശ്യമില്ല എന്നായിരുന്നു ഹസൻ ചിന്തിച്ചിരുന്നത്. ഹി വാസ് ക്വൈറ്റ് ഹാപ്പി വിത്ത് ദ വേ ഹി വാസ്. അദ്ദേഹം ഇപ്പോഴുള്ള രീതിയിൽ അദ്ദേഹം വളരെയധികം സന്തോഷവാനായിരുന്നു. ഹി നീഡഡ് നോ എക്സ്ട്രാ മണി ഫോർ ഹിസ് സർവീസ്. തൻ്റെ സർവീസിന് അദ്ദേഹം എക്സ്ട്രാ ക്യാഷ് ഒന്നും ആഗ്രഹിക്കുന്നില്ലായിരുന്നു. ഹി വാസ് അൺമിസ്റ്റേക്കബിളി സിൻസിയർ. അദ്ദേഹം വളരെയധികം ആത്മാർത്ഥതയും കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ഫ്രം ദ യൂഷ്വൽ ഹോപ്പ് ഓഫ് റിവാർഡ്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള പ്രതിഫലത്തെയൊന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. ഹി ഹാഡ് നോ റെസ്പെക്റ്റ് ഫോർ മണി. അദ്ദേഹത്തിന് പണത്തോട് ഒരിക്കലും റെസ്പെക്റ്റ് ഉണ്ടായിരുന്നില്ല. ആൻഡ് ഓൾവേസ് ഹി ഡെസ്പൈസ്ഡ് ഇറ്റ്. അദ്ദേഹം എപ്പോഴും അതിനെ പുച്ഛിക്കുമായിരുന്നു. ആൻഡ് ഹി ഹാസ് നെവർ വെറീഡ് അബൌട്ട് ടുമോറോ. അതുപോലെ തന്നെ അദ്ദേഹം ഒരിക്കലും നാളെയെക്കുറിച്ച് പരിഭ്രമമില്ലാത്ത ആളായിരുന്നു. സ്മാൾ പോക്സ് ഈസ് എ ഡെഡ്ലി ഡിസീസ്. സ്മാൾ പോക്സ് എന്നുള്ളത് മരണത്തിന് കാരണമാകുന്ന ഒരു അസുഖമായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് വെരി കണ്ടാജിയസ്. എന്നാൽ ഇത് വളരെയധികം പകരുന്ന ഒരു അസുഖവുമാണ്. നോബഡി ലൈക്ക് ടു ഗോ നിയർ എ പേഴ്സൺ അഫക്റ്റഡ് വിത്ത് സ്മാൾ പോക്സ്. വസൂരി ബാധിച്ച ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് അടുക്കാൻ പോലും ഒരാളും ധൈര്യപ്പെടുകയില്ല. ഹസൻ ഈസ് നോ വേ ഒബ്ലൈജ്ഡ് ടു നേഴ്സ് ദ സിക്ക് പീപ്പിൾ. ഇവിടെ ഹസൻ എന്ന ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു അസുഖം ബാധിച്ചവരെ പരിചരിക്കേണ്ട ഒരു കടമയും ഇല്ലായിരുന്നു. ഒബ്ലിഡ്ജ് എന്നാൽ അദ്ദേഹത്തിന് കടമയില്ലായിരുന്നു. കാരണം അദ്ദേഹം കപ്പലിലെ ജോലിക്കാരനാണ്, ഡോക്ടറല്ല. ഡോക്ടർക്ക് മാത്രമേ അസുഖബാധിതരെ പരിചരിക്കാനുള്ള ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ. ഹീ കുഡ് ഹാവ് ഈസിലി സെഡ്. അദ്ദേഹത്തിന് പറയാമായിരുന്നു എന്ത്, ആരാണ് എന്നെ സഹായിക്കാൻ, അല്ലെ ഈ ഒരു പേഷ്യൻറ്റിനെ പരിചരിക്കാൻ എന്നെ സഹായിക്കുന്നത് ആരാണെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പറയാമായിരുന്നു. ഹി വുഡ് നോട്ട് ടേക്ക് കെയർ ഓഫ് ദ സിക്ക്. അല്ലെ ഈ ഒരു രോഗികളെ ഞാൻ പരിചരിക്കില്ല. ആസ് ഇറ്റ് ഡസ് നോട്ട് ഫ്രം പാർട്ട് ഓഫ് ജോബ് ഒബ്ലിഗേഷൻ. ഇതെൻ്റെ ജോലിയുടെ അല്ലെങ്കിൽ എൻ്റെ കടമയുടെ ഭാഗമല്ല എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. ബട്ട് the moment doctor asked who helped him, the ready reply comes from the ഹസൻ. എന്നാൽ ഡോക്ടർ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് പെട്ടെന്നുള്ള ഒരു മറുപടിയായിരുന്നു ഹസനിൽ നിന്ന് വന്നത്.
എന്ത്, ഞാനല്ലാതെ വേറെ ആരാ നോക്കുക എന്നുള്ളൊരു മറുപടിയായിരുന്നു ഹസനിൽ നിന്ന് വന്നത്. ബൈ വോളണ്ടിയറിങ് ടു നേഴ്സ് ദ സിക്ക് മാൻ, അല്ലെ, ഈ ഒരു രോഗം ബാധിച്ച ആളെ നേഴ്സ് ചെയ്യുന്നതിലൂടെ ഹി വാസ് റിസ്കിങ് ഹിസ് ലൈഫ്, അദ്ദേഹം തങ്ങളുടെ ജീവിതം തന്നെ പണയപ്പെടുത്തുകയായിരുന്നു. ഹി വാസ് റിസ്കിങ് ഹിസ് ലൈഫ്, അദ്ദേഹം തൻ്റെ ജീവിതം തന്നെ പണയപ്പെടുത്തുകയായിരുന്നു. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഫൈൻഡ് സച്ച് എ ഗുഡ് പീപ്പിൾ ഇൻ ദ വേൾഡ്, ഇങ്ങനെയുള്ള ആളുകളെ ഈ ലോകത്ത് കണ്ടെത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. വിച്ച് സ്ട്രൈവ്സ് ഫോർ സക്സസ് ആൻഡ് വെൽത്ത്, ലോകം മുഴുവനും വിജയത്തിൻ്റെയും സമ്പത്തിൻ്റെയും പിന്നാലെ പോവുകയാണ്. ഇങ്ങനെയുള്ള ഒരു ലോകത്ത് ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ കണ്ടെത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. വെൻ ദേ ലോസ്റ്റ് 2 crew, അവർക്ക് 2 രോഗികളെ നഷ്ടമായപ്പോൾ ഹസൻ ഹിംസെൽഫ് സ്യൂഡ് ദെയർ ഷ്രൗഡ്സ്, ഹസൻ സ്വന്തമാണ് ആ ഒരു രോഗികളുടെ ഷ്രൗഡ്സ്, അവരുടെ ശവക്കച്ച മൂടിയത്. ആൻഡ് റീഡ് എലൗഡ് എ ഷോർട്ട് പാസേജ് ഫ്രം രാമായണ, എന്നിട്ട് രാമായണത്തിൽ നിന്നും കുറച്ച് ഭാഗം അദ്ദേഹം ചൊല്ലി. Who should know that he was a devout Muslim? We should know that he was a devout Muslim, but he read Ramayana because the person who died were Hindus. നമുക്കറിയാം അദ്ദേഹം വളരെയധികം നല്ല ഒരു മുസ്ലിം ആയിരുന്നു, എന്നിട്ട് കൂടി അദ്ദേഹം രാമായണം ചൊല്ലിയത് ഈ മരണപ്പെട്ട ആളുകൾ ഹിന്ദുക്കളായിരുന്നു, അതുകൊണ്ടാണ്. ഇത് നമുക്ക് കാണിച്ചു തരുന്നു ഹിസ് റിലീജിയസ് ടോളറൻസ്, മതപരമായ അദ്ദേഹത്തിൻ്റെ സമീപനം നമുക്ക് കാണിച്ചു തരുന്നു. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം ഹി കാസ്റ്റ് ദ ബോഡീസ് ഓവർ ബോർഡ് അറ്റ് മിഡ് നൈറ്റ്, അർദ്ധരാത്രി കടലിലേക്ക് ഈ ഒരു ശവശരീരത്തെ അദ്ദേഹം വലിച്ചെറിയുകയും ചെയ്തു. അങ്ങനെ വെൻ വി റീച്ച്ഡ് കൊളംബോ, ഞങ്ങൾ കൊളംബോയിലെത്തിയപ്പോൾ ദ സിക്ക് മാൻ വേർ ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ, അസുഖബാധിതരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ഹസൻ വാസ് ഇൻ ദ ഫോർ ഫ്രണ്ട് ടു ഹെൽപ്പ് ദം, ഹസൻ അവരെ സഹായിക്കുന്നതിൽ വളരെയധികം മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ആൾദോ സം ഓഫ് ദം വേർ വിത്ത് റണ്ണിങ് സോസ് ഓഫ് സ്മാൾ പോക്സ്, അവർക്ക് അവരുടെ ശരീരത്തിലൂടെ രക്തം ഒലിക്കുന്ന മുറിവുകൾ ഉണ്ടായിരുന്നിട്ട് കൂടി അവരെല്ലാം കൈകളിൽ വാരിയെടുത്തുകൊണ്ടാണ് ഹസൻ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. നോർമലി നോ വൺ വുഡ് ഡെയർ ടു ഡു സച്ച് തിങ്സ്, സാധാരണയായി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ ആരും ധൈര്യപ്പെടുകയില്ല. ബട്ട് ഹസൻ ഡിഡ് ഇറ്റ്, പക്ഷേ ഇതെല്ലാം ആര് ചെയ്തു? ഹസൻ ചെയ്തു. ഹി റിയലി ലവ്ഡ് മെൻ, അവൻ യഥാർത്ഥത്തിൽ ഇവരെല്ലാം സ്നേഹിച്ചിരുന്നു. ഹിസ് ചീക്ക് വേർ മെറ്റ് വിത്ത് ടിയേഴ്സ്, അദ്ദേഹത്തിൻ്റെ കവിളുകളെല്ലാം കണ്ണുനീരാൽ നനഞ്ഞിരുന്നു. സീയിങ് ദാറ്റ് പേഷ്യൻസ്, ഈ രോഗികളെ കണ്ടതുകൊണ്ട്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് സച്ച് അൺസെൽഫിഷ് ആൻഡ് സെൽഫ് സാക്രിഫൈസിങ് പീപ്പിൾ ലൈക്ക് ഹസൻ, ഇതുപോലെയുള്ള സ്വാർത്ഥതയില്ലാത്ത പരിത്യാഗിയായ മനുഷ്യനെ കണ്ടെത്തുക എന്നത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യം തന്നെ ആണ്. അപ്പോൾ ഇത്രയുമാണ് ക്യാരക്ടർ ഓഫ് ഹസൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഭാഗം കൂടെ പറയാം. വളരെയധികം ചോദിക്കുന്ന, കുറഞ്ഞ മാർക്കിന് 8 മാർക്കിനൊന്നുമില്ല, ഒരു 4 മാർക്കിന് ചോദിക്കുന്ന ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ജോബ് സ്മിത്ത്. മിസ് ജോബ് സ്മിത്ത് ഈസ് വൺ ഓഫ് ദ പാസഞ്ചേഴ്സ് ഇൻ ദ റണാഗഞ്ചി കപ്പലിലെ ഒരു യാത്രക്കാരിയായിരുന്നു മിസ് ജോബ് സ്മിത്ത്. ഷീ ഈസ് ലേഡി ഓഫ് ലെസ് വാല്യൂ ആസ് ഷീ മോക്ക് അറ്റ് ദ ഡെഡിക്കേറ്റഡ് സെറാങ് ഓഫ് ദ ഷിപ്പ് ഹസൻ. അവൾ ലെസ് വാല്യൂലെ തീരെ മൂല്യമില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു. എന്തിനാൽ ഹസനെ അല്ലെങ്കിൽ സെൽഫ്ലെസ് സർവീസ് നൽകിയ ഹസനെ പരിഹസിച്ചതിലൂടെ വളരെയധികം മൂല്യം കുറഞ്ഞ ഒരു വ്യക്തിയായി ആര് മാറി? മിസ് ജോബ് സ്മിത്ത് മാറി. ഷി വാസ് നീറ്റ്ലി ഡ്രസ്ഡ്, ആൾസോ സൊഫിസ്റ്റിക്കേറ്റഡ് ലേഡി, അവൾ വളരെയധികം മാന്യമായി വസ്ത്രം ധരിച്ചിരുന്നു, അതേപോലെ തന്നെ സൊഫിസ്റ്റിക്കേറ്റഡ് ലേഡിയായിരുന്നു, നല്ല ആഡംബരമുള്ള സ്ത്രീയായിരുന്നു. ബിസൈഡ്സ് ബീയിങ് ഗുഡ് ഇൻ ഔട്ട്വേർഡ് അപ്പിയറൻസ്, ഔട്ട്വേർഡ് അപ്പിയറൻസിന് പുറമെ ഷീ നോസ് ദ കസ്റ്റം ആൻഡ് ബിഹേവിയർ ഓഫ് ദ ഹൈ ക്ലാസ് പീപ്പിൾ, ഹൈ ക്ലാസ് പീപ്പിളിൻ്റെ രീതിയും സ്വഭാവവും ഒക്കെ അവൾക്ക് അറിയാമായിരുന്നു. വെൻ കമ്പയർഡ് ടു ഹസൻ ഷീ ഹോൾഡ്സ് ഓൺലി ലോവർ പൊസിഷൻ, ഹസനുമായി കമ്പയർ ചെയ്യുമ്പോൾ അവൾ എങ്ങനെയായാലും ലോവർ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്.
ഷീ ഈസ് ആൻ ഇൻകൺസിഡറേഷൻ വുമൺ. ഷീ കാൾസ് ഹസൻ ആൻ ആനിമൽ. അല്ലേ, അവൾ ഹസനെ ആനിമൽ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ബട്ട് ആസ് ഷീ ഹെർസെൽഫ് ഈസ് ആൻ ആനിമൽ വിത്ത് ഹെർ റൂഡ് ബിഹേവിയർ. യഥാർത്ഥത്തിൽ അവളുടെ മോശമായ സ്വഭാവം കൊണ്ട് അവളായിരുന്നു ഇവിടെ ആനിമൽ. ഷീ ലാക്സ് ദ ലവ്. അല്ലേ, അവൾക്ക് സ്നേഹമില്ലായിരുന്നു, കൺസിഡറേഷൻ പരിഗണനയില്ലായിരുന്നു, ആൻഡ് സാക്രിഫൈസ് ഓഫ് ഹസൻ. ഹസൻ്റെ ആ ഒരു സ്നേഹമോ പരിഗണനയോ ത്യാഗമൊന്നും അവൾക്കില്ലായിരുന്നു. ഷീ ഈസ് ആൾവേസ് സീൻ വിത്ത് ഹർ കമ്പാനിയൻ റോണി. എപ്പോഴും തൻ്റെ സുഹൃത്തായ റോണിയുടെ കൂടെയായിരുന്നു ജോപ്പ സ്മിത്ത് ഉണ്ടായിരുന്നത്. ഷി വാസ് നോട്ട് ഓൺലി എ സ്നോബ്. അല്ലേ, അവളൊരു പൊങ്ങച്ചക്കാരി മാത്രമില്ല, ബട്ട് ആൾസോ എ ബിഗ് ബോർ. അല്ലേ, ഒരു വലിയ ബോറിംഗ് കൂടിയായിരുന്നു. ഹെർ കമൻറ്റ് അബൌട്ട് ദ സെറാങ് വാസ് അബ്സേർഡ്ലി. സെറാങ്ങിനെ കുറിച്ചുള്ള അവളുടെ കമൻറ്റ് വളരെയധികം മോശമായിരുന്നു. അല്ലേ, എന്തായിരുന്നു? അബ്സേർഡ്ലി കോമിക് ക്രിയേച്ചർ. അല്ലേ, എന്തായിരുന്നു പറഞ്ഞത്? അബ്സേർഡ്ലി കോമിക് ക്രിയേച്ചർ എന്നാണ് പറഞ്ഞത്. അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി, കഥയുടെ അവസാനം, ഷി ആസ്ക് ദ നെറേറ്റർ വെദർ ഹി ഹാഡ് കെപ്റ്റ് ദ സെറാങ് ഇൻ എ കേജ്. ഈ ഒരു സെറാങ്ങിനെ കേജിനുള്ളിലായിരുന്നു ഡോക്ടറെ നിങ്ങൾ സൂക്ഷിച്ചിരുന്നത് യാത്രയിലുടനീളമെന്ന് ജോപ്പ സ്മിത്ത് ക്രോണിനോട് ചോദിക്കുമ്പോൾ, ദ നരേറ്റർ ഗേവ് ഹർ റിപ്ലൈ. നരേറ്റർ അവൾക്കൊരു മറുപടി നൽകുന്നുണ്ട്. എന്തായിരുന്നു? ഷി ഹാഡ് കെപ്റ്റ് ദ സെറാങ് ഇൻ എ കേജ്. അദ്ദേഹം ഒരു കൂട്ടിലായിരുന്നു സെറാങ്ങിനെ സൂക്ഷിച്ചിരുന്നത്. ബട്ട് ഓൾ ദ ആനിമൽസ് വെർ ഔട്ട്സൈഡ്. പക്ഷേ മൃഗങ്ങളെല്ലാം പുറത്തായിരുന്നു എന്ന മറുപടിയാണ് അവൾക്ക് ഡോക്ടർ കൊടുത്തത്. ഹി മെൻറ്റ് ദാറ്റ്. ഈ ഒരു മറുപടിയിലൂടെ അദ്ദേഹം അർത്ഥമാക്കുന്നത് ഷി വാസ് ആൻ ആനിമൽ. അല്ലേ, അവളൊരു മൃഗമായിരുന്നു. വിത്ത് ഹർ റൂഡ് ബിഹേവിയർ, റൂഡ് റിമാർക്ക് എബൌട്ട് പീപ്പിൾ ആൻഡ് ഹർ ഷോയിങ് ഓഫ് നേച്ചർ. അവളുടെ പൊങ്ങച്ചം കൊണ്ടും മറ്റുള്ളവരെ കളിയാക്കുന്നത് കൊണ്ടും അവളാണ് ഒരു റൂഡ് ബിഹേവിയർ കൊണ്ട് ഒരു അനിമലായി മാറിയതെന്നായിരുന്നു ഡോക്ടർ എച്ച് എ ക്രോണിൻ്റെ അഭിപ്രായം. അപ്പോൾ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പറഞ്ഞത്. 1 ലെറ്ററാണ്, 2 സ്പീച്ച്, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ജോപ്പ സ്മിത്ത്, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹസൻ, ദെൻ സമ്മറി ഓഫ് ദ ചാപ്റ്റർ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഐ ഹിയർ ടു സ്റ്റോപ്പ് മൈ ക്ലാസ്. താങ്ക് യു.